പിന്നെ ഞാനേ ഈ ഏപ്രിൽ 6-ാം തീയതി വരിക. ആടി നിനക്ക് കേൾക്കണോ, ഞാൻ ഇപ്രാവശ്യം 5-6 മാസം നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടാണ് വരണത്. അതെ, ഒരു കാര്യം ചെയ്യണം നമുക്ക്. ഇപ്രാവശ്യം വന്നിട്ട് ഇൻഷാ അല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഊട്ടിയിലോ മൈസൂരിലോ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. പറയ്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ പറയും. നാളെ ചോദിച്ചു നോക്കി, ഞാൻ വിളിക്കാം. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ചോദിച്ചോ. നാളെ ഞാൻ എന്തായാലും വിളിക്കാം. എന്നാ ഓക്കെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പിന്നെ പറയാൻ കഴിഞ്ഞില്ല, ഞാൻ അടുത്ത മാസം 6-ാം തീയതി നാട്ടിലേക്ക് പോവാ. വല്ല കത്തോ കാര്യം എന്തോ ഉണ്ടെങ്കിൽ കരുതി വെച്ചോളി. ഇനി 13 ദിവസം കൂടി കാത്തിരിക്കണം. 3 കൊല്ലവും 4 മാസവും കാത്തിരുന്നു. ഇനി 13 ദിവസം കാക്കാനാണോ പണി? അല്ലേടി? പിന്നെ ഇപ്രാവശ്യം ഇപ്പൊ വന്നാ നമുക്ക് അടിച്ചു പൊളിക്കണം. ഏതായാലും ഊട്ടി മൈസൂരൊക്കെ ഒന്ന് പോണം. ഒരാഴ്ച അടിച്ച് പൊളിക്കണം കേട്ടോ. വെട്ടി തീരാറായോ യൂസുഫ് കാ? ഇനി 2 ദിവസം കൂടി. പിന്നെ ഈ മാസം വെട്ടാനുള്ള സമയം അടുത്ത മാസം തീരല്ലോ. സത്യം പറഞ്ഞ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി യൂസുഫക്ക് ഇല്ലാന്നാ കരുതിയത്. അതെന്താടോ, ഞാനും ഗൾഫിലല്ലേ താമസിക്കണേ. അല്ല, ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് യൂസുഫെ പറ്റി ഞാൻ കരുതിയിരുന്നത്. ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഗൾഫുകാരാണെങ്കിലും എല്ലാവരും ലോകത്ത് ഈ പരിപാടി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തിനാ യൂസുഫ് കാ? എടോ, മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം തീർന്നെന്ന് ബോധം ഉണ്ടാവുമല്ലോ, അത് തന്നെ. അതൊക്കെ പോട്ടെ. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എന്നല്ല വാങ്ങണം. ഇനി 2 ദിവസമേ ഉള്ളൂ, ഉടനെ എത്തിക്കണം. ഇതാ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഹൻ അല്ലേ? എന്റെ വീട്ടിലേക്കല്ല, യൂസുഫ് ഖാന്റെ കുട്ടികൾക്കുള്ള. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ വേണ്ട, പോകുമ്പോ ഇനിയിപ്പോ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കണ്. ഇനിയിപ്പോ ഞാൻ പണ്ടെങ്ങോ ചെയ്ത സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പണ്ടെന്നോ ചെയ്ത സേവനോ? നിങ്ങളുടെ സഹായം കിട്ടാത്ത എത്ര പേർ ഗൾഫിലുണ്ട്, അല്ല നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ കയ്യിൽ കാശില്ല. പാവം സഫിയാത്തയും മക്കളും. ആ വീടൊന്ന് നന്നാക്കാൻ പോലും ഇങ്ങനെയുടെ കയ്യിൽ കാശില്ല. പലരും നല്ല ജോലി കിട്ടി സമ്പാദിച്ചു കൂട്ടിയപ്പോ സഹായിച്ച ഈ പാവത്തിനെ മറന്നു. പക്ഷേ അതിനൊക്കെ യൂസുഫ് കാക്ക് മറുപടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. നമുക്ക് തരേണ്ടത് പടച്ചവനാണ്, അതവൻ തരും. അല്ല, അതാണ് അതിൻ്റെ ശരിയും. അത് ശരി. അപ്പൊ നീയും ഇതൊക്കെ അംഗീകരിച്ചില്ലേ? ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇത് കുറച്ച് ഓവറാ.